ഉല്പത്തിപ്പുസ്തകം അദ്ധ്യായം 36. ഏദോം എന്ന ഏശാവിന്റെ വംശപാരമ്പര്യമാണിത്. ഏശാവ് ഹിത്യനായ ഏലോന്റെ മകൾ ആദാ, ഹിവ്യനായ സിബെയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലീബാ എന്നീ കനാന്യ കന്യകമാരെയും യിശ്മായേലിന്റെ മകളും നെബായോത്തിന്റെ സഹോദരിയുമായ ബാസമത്തിനെയും ഭാര്യമാരായി സ്വീകരിച്ചു. ആദാ ഏശാവിന് എലീഫാസിനെ പ്രസവിച്ചു. ബാസമത്ത് രെയൂവേലിനെ പ്രസവിച്ചു. ഒഹൊലീബാമാ യെയൂശിനെയും യലാമിനെയും കോരഹിനെയും പ്രസവിച്ചു. ഇവർ ഏശാവിന് കനാൻദേശത്തുവച്ചു ജനിച്ച പുത്രന്മാർ. എന്നാൽ ഏശാവ് തന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും വീട്ടിലുള്ളവരെ എല്ലാവരെയും തന്റെ ആടുമാടുകളെയും സകലമൃഗങ്ങളെയും കനാൻദേശത്തു സമ്പാദിച്ച സമ്പത്തൊക്കെയും കൊണ്ട് തന്റെ സഹോദരനായ യാക്കോബിന്റെ സമീപത്തുനിന്ന് ദൂരെ ഒരു ദേശത്തേക്ക് പോയി. അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിയാത്തവിധം അവരുടെ സമ്പത്ത് അധികമായിരുന്നു. അവരുടെ ആടുമാടുകൾ നിമിത്തം അവർ പരദേശികളായി പാർത്തിരുന്ന ദേശത്തിന് അവരെ വഹിച്ചുകൂടായിരുന്നു. അങ്ങനെ ഏദോം എന്നും പേരുള്ള ഏശാവ് സേയീർ പർവ്വതത്തിൽ പാർത്തു. സേയീർ പർവ്വതത്തിലുള്ള ഏദോമ്യരുടെ പിതാവായ ഏശാവിന്റെ വംശപാരമ്പര്യം. ഏശാവിന്റെ പുത്രന്മാരുടെ പേരുകൾ: ഏശാവിന്റെ ഭാര്യയായ ആദായുടെ മകൻ എലീഫാസ്, ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ മകൻ രെയൂവേൽ. എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ, ഓമാർ, സെഫോ, ഗത്ഥാം, കെനസ്. തിമ്ന എന്നവൾ ഏശാവിന്റെ മകനായ എലീഫാസിന്റെ വെപ്പാട്ടി ആയിരുന്നു. അവൾ എലീഫാസിന് അമാലേക്കിനെ പ്രസവിച്ചു. ഇവർ ഏശാവിന്റെ ഭാര്യയായ ആദായുടെ പുത്രന്മാർ. രെയൂവേലിന്റെ പുത്രന്മാർ നഹത്ത്, സേരഹ്, ശമ്മാ, മിസ്സ. ഇവർ ഏശാവിന്റെ ഭാര്യയായ ബാസമത്തിന്റെ പുത്രന്മാർ. സിബെയോന്റെ മകളായ അനായുടെ മകൾ ഒഹൊലീബാമാ എന്ന ഏശാവിന്റെ ഭാര്യയുടെ പുത്രന്മാർ ആരെന്നാൽ അവൾ ഏശാവിനു യെയൂശ്, യലാം, കോരഹ് എന്നിവരെ പ്രസവിച്ചു. ഏശാവിന്റെ പുത്രന്മാരിലെ പ്രഭുക്കന്മാർ ആരെന്നാൽ ഏശാവിന്റെ ആദ്യജാതൻ എലീഫാസിന്റെ പുത്രന്മാർ തേമാൻ പ്രഭു, ഓമാർ പ്രഭു, സെഫോ പ്രഭു, കെനസ് പ്രഭു, കോരഹ് പ്രഭു, ഗദ്ദാം പ്രഭു, അമാലേക്ക് പ്രഭു. ഇവർ ഏദോം ദേശത്ത് എലീഫാസിൽ നിന്നുത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ആദായുടെ പുത്രന്മാർ. ഏശാവിന്റെ മകനായ രെയൂവേലിന്റെ പുത്രന്മാർ ആരെന്നാൽ നഹത്ത് പ്രഭു, സേരഹ് പ്രഭു, ശമ്മാ പ്രഭു, മിസാ പ്രഭു. ഇവർ ഏദോം ദേശത്ത് രെയൂവേലിൽ നിന്നുത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏശാവിന്റെ ഭാര്യ ബാസമത്തിന്റെ പുത്രന്മാർ. ഏശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമായുടെ പുത്രന്മാർ ആരെന്നാൽ യെയൂശ് പ്രഭു, യലാം പ്രഭു, കോരഹ് പ്രഭു. ഇവർ അനായുടെ മകളായി ഏശാവിന്റെ ഭാര്യയായ ഒഹൊലീബാമായിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാർ. ഇവർ ഏദോം എന്നും പേരുള്ള ഏശാവിന്റെ പുത്രന്മാരും അവരിൽ നിന്ന് ഉത്ഭവിച്ച പ്രഭുക്കന്മാരും ആകുന്നു. ഹോര്യനായ സേയീരിന്റെ പുത്രന്മാരായിരുന്ന ദേശത്തിലെ പൂർവ്വനിവാസികൾ ആരെന്നാൽ ലോതാൻ, ശോബാൽ, സിബെയോൻ, അനാ, ദീശോൻ, ഏസർ, ദീശാൻ. ഇവർ ഏദോം ദേശത്ത് സേയീരിന്റെ പുത്രന്മാരായ ഹോര്യ പ്രഭുക്കന്മാർ. ലോതാന്റെ പുത്രന്മാർ ഹോരിയും ഹേമാമും ആയിരുന്നു. ലോതാന്റെ സഹോദരി തിമ്ന. ശോബാലിന്റെ പുത്രന്മാർ ആരെന്നാൽ അൽവാൻ, മാനഹത്ത്, ഏബാൽ, ശേഫോ, ഓനാം. സിബെയോന്റെ പുത്രന്മാർ അയ്യാവും അനാവും ആയിരുന്നു. മരുഭൂമിയിൽ തന്റെ അപ്പനായ സിബെയോന്റെ കഴുതകളെ മേയ്ക്കുമ്പോൾ ചൂടുറവകൾ കണ്ടെത്തിയ അനാ ഇവൻ തന്നെ. അനാവിന്റെ മക്കൾ ഇവർ ദീശോനും അനാവിന്റെ മകൾ ഒഹൊലീബാമയും ആയിരുന്നു. ദീശാന്റെ പുത്രന്മാർ ആരെന്നാൽ ഹൊംദാൻ, എശ്ബാൻ, യിത്രാൻ, ഖെരാൻ. ഏസേരിന്റെ പുത്രന്മാർ ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദീശാന്റെ പുത്രന്മാർ ഊസും അരാനും ആയിരുന്നു. ഹോര്യ പ്രഭുക്കന്മാർ ആരെന്നാൽ ലോതാൻ പ്രഭു, ശോബാൽ പ്രഭു, സിബെയോൻ പ്രഭു, അനാ പ്രഭു, ദീശോൻ പ്രഭു, ഏസർ പ്രഭു, ദീശാൻ പ്രഭു. സേയീർ ദേശത്തിലെ വിവിധ ഭാഗങ്ങളിലെ വംശക്കാർ അവരുടെ പൂർവ്വപിതാക്കന്മാരായ പ്രഭുക്കന്മാരുടെ പേരിൽ അറിയപ്പെട്ടു. യിസ്രായേൽ മക്കൾക്ക് രാജാവുണ്ടാകുന്നതിനു മുൻപ് ഏദോം ദേശത്ത് ഭരിച്ച രാജാക്കന്മാർ ആരെന്നാൽ ബെയോരിന്റെ പുത്രനായ ബേല ഏദോമിൽ രാജാവായിരുന്നു. അവന്റെ പട്ടണത്തിന് ദിൻഹാബ എന്നു പേര്. ബേല മരിച്ചശേഷം ബൊസ്രാക്കാരനായ സേരഹിന്റെ മകൻ യോബാബ് അവന് പകരം രാജാവായി. യോബാബ് മരിച്ചശേഷം തേമാന്യ ദേശക്കാരനായ ഹുശാം അവന് പകരം രാജാവായി. ഹൂശാം മരിച്ചശേഷം മോവാബ് സമഭൂമിയിൽ വച്ചു മിദ്യാനെ തോൽപ്പിച്ച ബെദദിന്റെ മകൻ ഹദദ് അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന്
അവീത്ത് എന്ന് പേര്. ഹദദ് മരിച്ച ശേഷം മസ്രക്കക്കാരൻ സമ്ല അവന് പകരം രാജാവായി. സമ്ല മരിച്ച ശേഷം നദീതീരത്തുള്ള രഹബോത്ത് പട്ടണക്കാരനായ ശവുൽ അവന് പകരം രാജാവായി. ശവുൽ മരിച്ച ശേഷം അക്ബോരിന്റെ മകൻ ബാൽഹാനാൻ അവന് പകരം രാജാവായി. അക്ബോരിന്റെ മകനായ ബാൽഹാനാൻ മരിച്ച ശേഷം ഹദർ അവന് പകരം രാജാവായി. അവന്റെ പട്ടണത്തിന് പാവു എന്നു പേർ. അവന്റെ ഭാര്യയ്ക്ക് മെഹേതാബേൽ എന്നു പേര്. അവൾ മേസാഹാബിന്റെ മകളായ മത്രേദിന്റെ മകളായിരുന്നു. വംശങ്ങളായും കുലങ്ങളായും ഏശാവിൽ നിന്നു ഉത്ഭവിച്ച പ്രഭുക്കന്മാരുടെ പേരുകൾ ഇവയാകുന്നു: തിമ്ന പ്രഭു, അൽവ പ്രഭു, യദോത്ത് പ്രഭു, ഒഹോലീബാമ പ്രഭു, ഏല പ്രഭു, പീനോൻ പ്രഭു, കെനസ് പ്രഭു, തേമാൻ പ്രഭു, മിബ്സാർ പ്രഭു, മഗ്ദിയേൽ പ്രഭു, ഈരാം പ്രഭു. ഇവർ അവകാശമാക്കിയ ദേശത്തുള്ള വാസസ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏദോമ്യ പ്രഭുക്കന്മാർ ഇവർ ആകുന്നു. ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ.